Hello my dear students, welcome to our new class. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ പെരിമീറ്റർ ആൻഡ് ഏരിയ എന്ന് പറയുന്ന ചാപ്റ്ററിലെ സർക്കിൾ എന്ന് പറയുന്ന സെഷനിലാണ്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ നമ്മൾ സർക്കിളിന്റെ സർക്കംഫെറൻസ് എന്താന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്, പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഏരിയ ഓഫ് സർക്കിൾ നോക്കാം. ഓക്കെ, നമ്മൾ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് പെരിമീറ്ററും അതുപോലെ ഏരിയയുമാണ്. അപ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് ഷേപ്പിൻ്റെ പഠിച്ചിട്ടുണ്ട്. പാരലോഗ്രാം പഠിച്ചു, പെരിമീറ്ററും ഏരിയയും, അതുപോലെ തന്നെ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ ആൻഡ് ഏരിയ. ദെൻ ഫൈനലി ആണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിന്റെ ലാസ്റ്റ് പാർട്ടിൽ നമ്മൾ സർക്കിൾസിനെ കുറിച്ച് പഠിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലായിരുന്നു നമ്മൾ സർക്കിൾസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സർക്കിൾസിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചു അല്ലേ, ഡയമീറ്റർ, റേഡിയസ്, എല്ലാ കാര്യങ്ങളും. അതുപോലെ സർക്കംഫെറൻസിന്റെ ഇക്വേഷനും നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് ഏരിയ നോക്കാം. സർക്കിളിന്റെ ഏരിയ എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യുന്നതെന്ന്. അപ്പോൾ നോർമലി നമുക്ക് വാട്ട് ഇസ് ഏരിയ എന്ന് നമ്മൾ ഈ ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏരിയ എന്ന് പറയുന്നത് ഇൻസൈഡ് സ്പേസ് ആണ്. നമ്മൾ ഏത് ഷേപ്പ് എടുത്താലും ആ ഒരു ഷേപ്പിന്റെ ഇൻസൈഡ് വരുന്ന സ്പേസ്, സോ ദാറ്റ് ഇസ് ദി ഏരിയ. ആ ഒരു ഇൻസൈഡ് വരുന്ന സ്പേസിന്റെ മെഷർമെന്റ് ആണ് നമ്മുടെ ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് സർക്കിളിന്റെ കേസിൽ നോക്കാം. സർക്കിൾ എന്ന് പറയുന്നത് ഇറ്റ്സ് എ കർവ്ഡ് ഷേപ്പ് ആണ്, ഒരു റൗണ്ട് ഷേപ്പ് ആണ് അല്ലെ നമ്മുടെ സർക്കിൾ എന്ന് പറയുന്നത്. അപ്പൊ സർക്കിളിന്റെ ഇൻസൈഡിൽ എത്ര പാർട്സ് വരുന്നുണ്ട്, ഓക്കെ, എത്ര സ്പേസ് അവിടെ വരുന്നുണ്ട് എന്നാണ് നമ്മൾ ഏരിയ ഫൈൻഡ് ചെയ്യുന്നതിലൂടെ കിട്ടുന്നത്. ഓക്കെ, അപ്പൊ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു സർക്കിളിന്റെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഈ ഒരു സർക്കിളിനെ ഞാൻ കുറേ സെക്ടേഴ്സ് ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. കാണുന്നില്ലേ, ഇങ്ങനെ സെക്ടേഴ്സ് ആക്കിയിട്ട് ഇത് നമ്മൾ സെക്ടർ എന്നാണ് കേട്ടോ പറയാ. ഇങ്ങനെ സർക്കിളിന് ഇങ്ങനെ കട്ട് ചെയ്ത് ചെറിയ ചെറിയ പോർഷൻസ് ആക്കുന്നതിനെ നമ്മൾ സെക്ടേഴ്സ് എന്ന് പറയാം. അപ്പൊ ഇങ്ങനെ കുറേ സെക്ടേഴ്സ് ആക്കി മാറ്റിയിട്ടുണ്ട്. ചെറിയ 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 സെക്ടേഴ്സ് ആക്കി നമ്മുടെ സർക്കിളിനെ മാറ്റി. ഓക്കെ, ദെൻ അതിനുശേഷം നമ്മൾ ആ സർക്കിളിൽ നിന്ന് കട്ട് ചെയ്ത് ഇങ്ങനെ ഓപ്പൺ ചെയ്യുവാണ്. ഓക്കെ, സർക്കിളിനെ നമ്മളിങ്ങനെ കട്ട് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാം. നമുക്കിപ്പോൾ ഒരു സർക്കിളിനെ തന്നു കഴിഞ്ഞാൽ ആ സർക്കിളിനെ നമുക്ക് കട്ട് ചെയ്ത് ഓപ്പൺ ചെയ്തുകൂടെ? അതായത് ഒരു സൈഡ് മാത്രം, മീൻസ് ഒരു പാർട്ടിൽ നിന്ന് മാത്രം നമ്മളിങ്ങനെ കട്ട് ചെയ്യുക. സെൻറ്റർ വരെ കട്ട് ചെയ്യുന്നു. അപ്പോൾ ഈ രണ്ട് കട്ട് ചെയ്ത് അവിടുത്തെ രണ്ട് എൻഡിനെ നമുക്ക് ഇങ്ങനെ ലോങ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു പുതിയൊരു ഷേപ്പ് പോലെ അവിടെ ഫോം ചെയ്ത് ആ സർക്കിൾ ഷേപ്പ് മാറി അല്ലേ. അങ്ങനെ കൊടുത്ത ഫിഗർ ആണ് ഇപ്പുറത്ത് കാണുന്നത്. അപ്പോൾ കണ്ട, ഈ നമ്മൾ ഈ കട്ട് ചെയ്ത സർക്കിൾസിനെ ഇവിടെ കാണുന്നില്ലേ ഇങ്ങനെ, അതായത് സർക്കിൾസിന്റെ സെക്ടേഴ്സ് നമുക്ക് ഇങ്ങനെ കാണുന്നുണ്ട്, കണ്ടില്ലേ, ചെറിയ ചെറിയ പാർട്ടാക്കിയിട്ട്. അപ്പൊ ഇവിടെ എന്താ ശരിക്കും നമുക്ക് സംഭവിച്ചേ? അതായത് നമ്മുടെ സർക്കിളിന്റെ നമ്മൾ പഠിക്കാൻ പോകുന്ന ഏരിയ ആണ് അല്ലേ. അപ്പൊ ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ഇൻസൈഡ് സ്പേസ് ആണ് നമ്മുടെ ഏരിയ എന്ന് പറയുന്നത്. അപ്പൊ ആ ഇൻസൈഡ് സ്പേസ് നമ്മൾ ആ സർക്കിൾ ഇതാ ഇവിടെ ജസ്റ്റ് ഒന്ന് ഇവിടെ ഒരു സിസർ വെച്ച് കട്ട് ചെയ്താൽ മതി. ഓക്കെ, ഇതിങ്ങനെ കട്ട് ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പാർട്ടാണ് ഇവിടെ കൊടുത്തത്. ഓക്കെ, ഇത് കംപ്ലീറ്റ് ഇല്ല. ഓക്കെ, കംപ്ലീറ്റ് ഉണ്ടോ ഇവിടെ? ഇല്ല. അതായത് നമ്മുടെ ഈ ഒരു മൊത്തമായിട്ട് വരുന്നത് എന്ന് പറയുന്നത് കംപ്ലീറ്റ് നമ്മുടെ സർക്കംഫെറൻസ് ആണ് അല്ലെ. ഇപ്പൊ ഇവിടുന്ന് കട്ട് ചെയ്ത ഇവിടെ മുതൽ അവിടെ തന്നെ എൻഡ് ചെയ്യുന്നതാണ് ആ കംപ്ലീറ്റ് സർക്കിളിന്റെ സർക്കംഫെറൻസ്. ബട്ട് ഇവിടെ നമ്മൾ ആ ഒരു പാർട്ട്, ചെറിയൊരു പാർട്ട് മാത്രം, മറ്റേത് അതിന്റെ ബാക്ക് സൈഡിലാണ് വരുന്നത്. അപ്പൊ സർക്കംഫെറൻസിന് ഹാഫ് മാത്രമാണ് ഇവിടെ വരുന്നത്. ഓക്കെ, അപ്പൊ ഇതിലോട്ട് നോക്കി, ഈ സർക്കിളിന് നമ്മൾ കട്ട് ചെയ്ത് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വെച്ചപ്പോ ഇതിപ്പോ എന്ത് ഷേപ്പിലാ വന്നത്? നമ്മുടെ റെക്ടാങ്കിൾ ഷേപ്പ് അല്ലെ. നിങ്ങൾക്ക് കാണുന്നില്ലേ, ഇത് എന്ത് ഷേപ്പാ? റെക്ടാങ്കിൾ ഷേപ്പ് ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ സർക്കിളിന്റെ ഏരിയനെ നമ്മുടെ റെക്ടാങ്കിളിന്റെ ഏരിയ ആയിട്ട് കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എപ്പോഴും നമ്മൾ ഈ കമ്പയർ ചെയ്ത് പഠിക്കുക അല്ലെങ്കിൽ കണക്ട് ചെയ്ത് പഠിക്കുക. അങ്ങനെ പഠിക്കുമ്പോൾ നമുക്കത് നല്ല ത്വരമായിരിക്കും. കാരണം നമ്മൾക്ക് അറിയുന്ന ഒരു കാര്യമായിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ മുന്നേ ഈ ഒരു ചാപ്റ്ററിന്റെ സ്റ്റാർട്ടിങ്ങിലൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ പാരലോഗ്രാം പഠിച്ചപ്പോഴും പാരലോഗ്രാമിനെ നമ്മൾ റെക്ടാങ്കിളുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ടാണ് പഠിച്ചത്. ഓക്കെ, കാരണം നമുക്ക് റെക്ടാങ്കിളിന്റെ എല്ലാ കാര്യങ്ങളും അറിയാം. റെക്ടാങ്കിളിൽ വരുന്ന ഡയമെൻഷൻസ് ലെങ്ത്തും ബ്രെഡ്ത്തും ആണ്. ദെൻ അതുപോലെ തന്നെ റെക്ടാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ഓക്കെ, ലെങ്ത്തും ബ്രെഡ്ത്തും കൂടെ ഇൻറ്റു ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ റെക്ടാങ്കിളിന്റെ ഏരിയ കിട്ടും. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ റെക്ടാങ്കിളുമായിട്ട് കമ്പയർ ചെയ്യുന്നത്. അപ്പൊ ഇത് കട്ട് ചെയ്ത് നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്ത് വെച്ചപ്പോൾ നമുക്ക് ഇത് കംപ്ലീറ്റ് ആയിട്ട് വരുന്നില്ല. നമ്മുടെ സർക്കംഫെറൻസിന്റെ ഹാഫ് പോർഷൻ ആണ് ഇവിടെ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു പാർട്ട്, അപ്പൊ ഇത് നമ്മുടെ റെക്ടാങ്കിളിന്റെ ലെങ്ത് ആണ്. ഇത് റെക്ടാങ്കിളിന്റെ ലെങ്ത്തും ഇതാണ് റെക്ടാങ്കിളിന്റെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത്. അപ്പൊ സർക്കിളുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് റെക്ടാങ്കിളിന്റെ ലെങ്ത് സർക്കിളിന്റെ സർക്കംഫെറൻസിന്റെ ഹാഫ് ആണ്. കംപ്ലീറ്റ് സർക്കംഫെറൻസ് ഇല്ല, ഹാഫ് ഓഫ് സർക്കംഫെറൻസ് ആണ് വരുന്നത്. അതുപോലെ തന്നെ റെക്ടാങ്കിളിന്റെ ബ്രെഡ്ത്ത് ആയിട്ട് ഇവിടെ വരുന്നത് സർക്കിളിന്റെ റേഡിയസ് ആണ്. ഓക്കെ, മനസ്സിലായില്ലേ? കാരണം എന്താ, ഇതൊക്കെ റേഡിയസ് അല്ലേ. നമ്മൾ ഇവിടുന്ന് സെന്റർ ടു വാട്ട് ഇസ് റേഡിയസ്? റേഡിയസ് എന്താന്ന് ഓർമ്മയുണ്ടോ? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെന്റർ ആൻഡ് ബൗണ്ടറി പോയിന്റ്, ദാറ്റ് ഇസ് കോൾഡ് ദി റേഡിയസ്. അപ്പൊ ഇവിടെ വരുന്നത് റേഡിയസും ആണ്. ഓക്കെ, അപ്പം നമുക്ക് കമ്പയർ ചെയ്യാം, റെക്ടാങ്കിളുമായിട്ട് കമ്പയർ ചെയ്യാം. സോ റെക്ടാങ്കിളായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത്
എന്താണ് വരുന്നത്? ലെങ്ത് ഇസ് ഹാഫ് ഓഫ് സർക്കംഫറൻസ് ആൻഡ് ബ്രെഡ്ത്ത് ഇസ് റേഡിയസ്. റേഡിയസിനോടും ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ദി ഏരിയ ഓഫ് സർക്കിൾ ആൻഡ് ഏരിയ ഓഫ് റെക്ടാങ്കിൾ നമുക്ക് ഈക്വൽ ആണെന്ന് പറയാം. അത് വെച്ച് നമുക്ക് ഈ ഒരു ഇക്വേഷനിലോട്ടും എത്താൻ വേണ്ടി പറ്റും. സോ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഏരിയ ഓഫ് സർക്കിൾ ഈക്വൽ ടു ഏരിയ ഓഫ് റെക്ടാങ്കിൾ തസ് ഫോം. ഓക്കെ, സർക്കിൾ തന്നെയാണ് നമ്മൾ റെക്ടാങ്കിൾ ഫോം ചെയ്തത്. അപ്പൊ റെക്ടാങ്കിളിന്റെ ഏരിയ എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ഹൗ ടു ഫൈൻഡ് ദി ഏരിയ ഓഫ് റെക്ടാങ്കിൾ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ദെൻ നെക്സ്റ്റ് നമുക്കിവിടെ ലെങ്ത് എന്ന് പറയുന്നത് സർക്കംഫറൻസ് അല്ല, ഹാഫ് ഓഫ് സർക്കംഫറൻസ് ആണ്. ഓക്കെ, ഇത്രയും പാർട്ട് ഇത് കംപ്ലീറ്റ് ഇവിടെ ഉണ്ടോ? ഇല്ല, ഹാഫ് പോർഷൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഹാഫ് ഓഫ് സർക്കംഫറൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിവിടെ എല്ലിന് ലെങ്ത്തിന് ഹാഫ് ഓഫ് സർക്കംഫറൻസ് എന്നാണ് കൊടുക്കുക. ഓക്കെ, അപ്പൊ ഹാഫ് ഓഫ് സർക്കംഫറൻസ്, നമുക്ക് സർക്കംഫറൻസിന്റെ ഇക്വേഷൻ അറിയാം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. സർക്കംഫറൻസ് ഓഫ് സർക്കിൾ ഇസ് 2πr, അല്ലെങ്കിൽ നമുക്ക് പൈ ഡി എന്നും പറയാം. പക്ഷെ നമ്മൾ മെയിൻ ആയിട്ട് ആറ് വെച്ചിട്ടുള്ള ഇക്വേഷൻ ആണ് കൂടുതലായിട്ട് കാണുക. അപ്പൊ നിങ്ങൾ ജനറലി ഏതെങ്കിലും ഒരു ബുക്സോ അല്ലെങ്കിൽ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ സർക്കംഫറൻസ് ഓഫ് സർക്കിൾ എന്ന് പറയുന്നത് നിങ്ങൾ ഫസ്റ്റ് കാണുന്ന ഇക്വേഷൻ 2πr ആയിരിക്കും എവിടെ കണ്ടു കഴിഞ്ഞാലും. ഓക്കെ, 2πr ആണ് കാണുക. പൈ ഡി എന്ന് പറയുന്ന ഇക്വേഷനും ഉണ്ട്, പക്ഷെ 2πr ആണ് നമ്മൾ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇവിടെ 2πr യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ 2πr യൂസ് ചെയ്യുന്നു. അപ്പൊ ഹാഫ് ഓഫ് 2πr ആണ്. ഓക്കെ, റെക്ടാങ്കിളിന്റെ ലെങ്ത് ഇസ് ഈക്വൽ ടു ഹാഫ് ഓഫ് 2πr. അതുകൊണ്ടാണ് ഇവിടെ ഹാഫ് ഓഫ് 2πr കൊടുത്തത്. ആൻഡ് ബ്രെഡ്ത്ത്, റെക്ടാങ്കിളിന്റെ ബ്രെഡ്ത്ത് ഇസ് ഈക്വൽ ടു നമ്മുടെ റേഡിയസിനോടാണ്. സോ ദാറ്റ്സ് വൈ ഹിയർ ആർ. അങ്ങനെയാണ് ഇവിടെ ആറും കൊടുത്തത്. അപ്പൊ നമ്മളിവിടെ എന്താ ചെയ്തത്? നമ്മൾ സർക്കിളിന്റെ ഏരിയനെ റെക്ടാങ്കിളിന്റെ ഏരിയയുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ടാണ് പഠിക്കുന്നത്. റെക്ടാങ്കിളിന്റെ ഏരിയ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഓക്കെ, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അപ്പൊ അതുകൊണ്ട് ലെങ്ത് എന്ന് പറയുന്നത് ഹാഫ് ഓഫ് സർക്കംഫറൻസ് ആണ്. അപ്പൊ ഹാഫ് ഇൻറ്റു സർക്കംഫറൻസിന്റെ ഇക്വേഷൻ എഴുതി. ദെൻ ബ്രെഡ്ത്ത് ഇസ് ഈക്വൽ ടു റേഡിയസ്. അതുകൊണ്ട് ഇവിടെ ആറും എഴുതി. ഓക്കെ, ഇനി ഈ ഇക്വേഷനിലോട്ട് ഇതിലോട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ഇവിടെ 2 ഡിനോമിനേറ്ററിലും ഇവിടെ ന്യൂമറേറ്ററിലും ഒരു 2 ഉണ്ട്. മുന്നത്തെ ക്ലാസ്സിലൊക്കെ നമ്മൾ പറഞ്ഞു ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ സെയിം നമ്പേഴ്സ് വരുമ്പോൾ അത് നമുക്ക് ക്യാൻസൽ ചെയ്യാം. ദാറ്റ് മീൻസ് അത് 1 ആയതുകൊണ്ടാണ് നമ്മൾ ക്യാൻസൽ ചെയ്യുന്നത്. സോ അപ്പൊ ഇവിടെയും ക്യാൻസൽ ചെയ്തു. ഇനി ബാക്കി ആരൊക്കെയാ ഉള്ളത്? പൈ ആർ ഇൻറ്റു ആർ. വാട്ട് ഇസ് പൈ ആർ ഇൻറ്റു ആർ? ആർ ഇൻറ്റു ആർ എന്താണ്? ആർ സ്ക്വയർ ആണ്. സോ പൈ ഇൻറ്റു ആർ സ്ക്വയർ. ഓക്കെ, സോ ദിസ് ഇസ് ദി ഏരിയ ഓഫ് സർക്കിൾ. അപ്പൊ നമ്മുടെ ഏരിയ, സർക്കിളിന്റെ ഏരിയയുടെ ഇക്വേഷൻ എന്താണ്? ഏരിയ ഓഫ് ദി സർക്കിൾ ഇസ് ഈക്വൽ ടു പൈ ആർ സ്ക്വയർ. ഓക്കെ, അപ്പൊ ഈ ഇക്വേഷനിലോട്ട് എങ്ങനെയാ വന്നത്? ഇക്വേഷൻ എങ്ങനെയാ പ്രൂവ് ചെയ്തത്? നമുക്ക് പ്രൂവ് ചെയ്തത് എങ്ങനെയാന്ന് തന്നെ പറയാം അല്ലെ. ഇതിനൊരു പ്രൂഫ് ആയിട്ട് പറയാം. സർക്കിളിന്റെ ഏരിയയുടെ ഒരു പ്രൂഫ് ആണ് ഈ കൊടുത്തത്. നമ്മൾ സർക്കിളിനെ ആദ്യം കുറെ സെക്ടേഴ്സ് ആക്കി മാറ്റാം. ഓക്കെ, എന്നിട്ട് അതിനെ ഒന്ന് കട്ട് ചെയ്ത് ഓപ്പൺ ചെയ്യാം. അപ്പൊ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഫിഗർ എന്ന് പറയുന്നത് റെക്ടാങ്കിൾ ആയി കിട്ടണമെങ്കിൽ അത് കംപ്ലീറ്റ് എടുത്തു കഴിഞ്ഞാൽ അത് റെക്ടാങ്കിൾ വലുതായി പോയില്ലേ. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്തത്? അതിന്റെ ഒരു പോർഷൻ ആണ് എടുത്തത്. സോ അപ്പൊ അങ്ങനെ എടുക്കുന്ന സമയത്ത് നമുക്ക് റെക്ടാങ്കിൾ കിട്ടി. ആൻഡ് റെക്ടാങ്കിളിന്റെ ലെങ്ത് ഹാഫ് ഓഫ് സർക്കംഫറൻസ് ആണ്. അതായത് സർക്കിളിന്റെ സർക്കംഫറൻസിന്റെ ഹാഫേ അവിടെ ഉള്ളൂ കേട്ടോ. ബാക്കി അടുത്ത ബാക്ക് സൈഡിൽ വരുന്നുണ്ട്. ഓക്കെ, ദെൻ പിന്നെ വരുന്ന എന്താണ്? പിന്നെന്താ വന്നത്? പിന്നെ വരുന്നത് ബ്രെഡ്ത്ത് ആണ് അല്ലെ. നമ്മുടെ റെക്ടാങ്കിളിന്റെ കേസിൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. സോ ദാറ്റ് ബ്രെഡ്ത്ത് ഇസ് ഈക്വൽ ടു എന്തിനോടാ ഈക്വൽ ആയിട്ട് വരുന്നത്? റേഡിയസിനോട്. ഓക്കെ, അപ്പൊ നമ്മളവിടെ റേഡിയസും എടുത്തു. എന്നിട്ട് നമ്മൾ ഈ ഹാഫിൽ വരുന്ന 2ഉം നമ്മുടെ 2πrൽ വരുന്ന 2ഉം ക്യാൻസൽ ചെയ്തു. ദെൻ ബാക്കി വരുന്ന ടേംസ് പൈ ആർ ഇൻറ്റു ആർ, ദാറ്റ് ഇസ് പൈ ആർ സ്ക്വയർ. ഓക്കെ, ക്ലിയർ ആയില്ലേ? സോ ഏരിയ ഓഫ് സർക്കിൾ ഇസ് ഈക്വൽ ടു പൈ ആർ സ്ക്വയർ. സർക്കംഫറൻസ് നമ്മളെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അല്ലെ. സർക്കംഫറൻസ് കാണാനുള്ള ഇക്വേഷൻ 2πr. അപ്പം ഈ രണ്ട് ഇക്വേഷനും എപ്പോഴും നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. ഇനി വലിയ വലിയ ക്ലാസ്സിലോട്ട് പോകുന്ന സമയത്ത് നമ്മൾ സർക്കിൾസ് എവിടെ പഠിച്ചാലും നമുക്ക് ഈ രണ്ട് ഇക്വേഷൻസ് ഇല്ലാതെ ആ ചാപ്റ്റർ എന്തായാലും മുന്നോട്ട് പോകില്ല. എവിടെയെങ്കിലൊക്കെ നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പൊ സർക്കിളിന്റെ സർക്കംഫറൻസ് 2πr ആൻഡ് ഏരിയ പൈ ആർ സ്ക്വയർ. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ്? ഏരിയനെ കുറിച്ചിട്ടാണ്. ഓക്കെ, യെസ്. സോ ഏരിയ ഓഫ് സർക്കിൾ. സോ ഇത് അവിടെ കൊടുത്തിട്ടുണ്ട് ഒരു സർക്കിളിന്റെ പിക്ചർ. ആൻഡ് ഏരിയ ഓഫ് ദി സർക്കിൾ ഇസ് ഈക്വൽ ടു പൈ ആർ സ്ക്വയർ. അപ്പൊ നമുക്ക് റേഡിയസ് ഡയറക്റ്റ് ക്വസ്റ്റ്യനിൽ തന്നെ നമുക്ക് അത് അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇൻ കേസ് ഡയമീറ്റർ ആണ് തന്നതെങ്കിൽ നമുക്കറിയാം റിലേഷൻ ബിറ്റ്വീൻ ഡയമീറ്റർ ആൻഡ് റേഡിയസ് അല്ലെ. എന്തായിരുന്നു റിലേഷൻ? d is equal to 2r ആണ്. അതായത് ഡയമീറ്റർ റേഡിയസിന്റെ ഡബിൾ ആണ്. ആൻഡ് r is equal to d by 2. റേഡിയസ് എന്ന് പറയുന്നത് ഡയമീറ്ററിന്റെ ഹാഫ് ആണ്. ഓക്കെ, ഈ രണ്ട് കണ്ടീഷൻ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? എല്ലാ പ്രോബ്ലംസും ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ,
അപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കുക, നോട്ട് ചെയ്യേണ്ട പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്യുക. ഓക്കെ, യെസ്. ദെൻ ഇനി നമുക്ക് കുറച്ച് പ്രോബ്ലത്തിലോട്ട് പോകാം. ഫസ്റ്റ് നമ്മൾ കുറച്ച് എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ചെയ്യും. ദെൻ അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യണം? എക്സസൈസ് ചെയ്യണം. ഓക്കെ, ഈ ചാപ്റ്ററിന്റെ ലാസ്റ്റ് സെക്ഷനിലോട്ടാണ് ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത്. നമ്മൾ ലാസ്റ്റ് എക്സസൈസും കൂടെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആവും. പക്ഷെ കുറച്ചധികം എക്സസൈസ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് പ്രോബ്ലത്തിലോട്ട് പോവാം. എക്സാമ്പിൾ ക്വസ്റ്റ്യൻ, that is find the area of circle of radius 30 cm and use pi equal to 3.14. പൈ എന്താണെന്നൊക്കെ ഓർമ്മയില്ലേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടുണ്ട് എന്താ പൈ എന്നുള്ളത്. നമ്മുടെ സർക്കംഫറൻസും ഡയമീറ്ററിന്റെയും റേഷ്യോ, ദാറ്റ് ഇസ് ദി പൈ. ഒരു കോൺസ്റ്റന്റ് ആ കിട്ടുന്നത്. ആ കോൺസ്റ്റന്റിനെയാണ് നമ്മൾ പൈ എന്ന് വിളിക്കുന്നത്. പൈയുടെ വാല്യൂ 3.14 or 22/7. അപ്പം ക്വസ്റ്റ്യനിൽ തരും ഇതിൽ ഏത് വാല്യൂ നമ്മൾ യൂസ് ചെയ്യണമെന്ന് നമ്മുടെ ക്വസ്റ്റ്യനിൽ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക? യൂസ് ചെയ്യുക വാല്യൂസ്. ഓക്കെ, അത് കാൽക്കുലേഷൻ സിമ്പിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 22/7 ഒക്കെ യൂസ് ചെയ്യുന്നത് കേട്ടോ. പൈയുടെ നോർമൽ വാല്യൂ എന്ന് പറയുന്നത് ദാറ്റ് ഇസ് 3.14. അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് നമുക്ക് ഗിവൻ എന്താണോ ഗിവൻ ആയിട്ടുള്ള കണ്ടീഷൻ അതങ്ങ് എടുത്തെഴുതാം. സോ ഇവിടെ റേഡിയസ് ഇസ് ഗിവൻ, സോ r is equal to 30 centimeter. Okay, r is equal to 30 centimeter. Then question is find the area. Then what is the equation of area? Area is equal to pi r square. Then value of pi is 3.14 ആണ് ഇവിടെ യൂസ് ചെയ്യാൻ പറഞ്ഞേ. അപ്പൊ 3.14 into r is 30, r square എന്ന് പറയുമ്പോൾ 30 into 30 ചെയ്യണം. ഓക്കെ, 30 into 30. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇത് അങ്ങ് ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ ഇവിടെ ഒരു ഡെസിമൽ പോയിന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ 10 ഒക്കെ ആയിരുന്നു, ഈസി ആയിരുന്നു, കാൽക്കുലേഷൻ ചെയ്യണ്ട. ആ ഡെസിമൽ പോയിന്റിനെ ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുത്താൽ മതി. ബട്ട് ഇൻ ദിസ് കേസ് ഹിയർ നമ്പേഴ്സ് 30 and 30 ആണ് ഇവിടെ വരുന്നത്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഒന്ന് 30നെ 3 into 10 ആക്കിയിട്ടൊക്കെ എഴുതിയിട്ട് ചെയ്യാം. പക്ഷെ അതിലും ഈസി എന്താണ്? ഇവിടെ നിങ്ങൾ ഡയറക്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ മതി. അതായത് 3.14നെ 314 ആയിട്ട് എടുക്കുക. 314 into 30 into 30 ചെയ്യാം. ആഫ്റ്റർ നിങ്ങൾക്ക് ഫൈനലി ആ കിട്ടുന്ന ആൻസറിൻ്റെ അകത്ത് ഇവിടെ ആഫ്റ്റർ ഡെസിമൽ പോയിന്റ് 2 ഡിജിറ്റ് ആണ്. അപ്പൊ ആൻസറിലും ആഫ്റ്റർ ഡെസിമൽ പോയിന്റ് 2 ഡിജിറ്റ് വരുന്ന പോലെ നിങ്ങൾ എന്ത് ചെയ്യണം? ആ ഡെസിമൽ പോയിന്റിനെ പ്ലേസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് 30 into 30, ദെൻ 30 into 30 നമുക്കറിയാം എത്രയാ? 900 ആണ് അല്ലേ? 30 into 30 900 വരും. ആ 900ഉം 314 കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, 3.14 into 30 into 30. So answer is 2826 ആണ് ഏരിയ. 2826. 2826. Okay. So, അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി 2826. സോ ഇവിടെ യൂണിറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ്, ഏരിയ ആണ്, അതുകൊണ്ട് സ്ക്വയർ യൂണിറ്റ്സ് ആണ്. സോ സെന്റിമീറ്റർ സ്ക്വയർ ഇസ് ദി ആൻസർ. ഓക്കെ, സെന്റിമീറ്റർ സ്ക്വയർ 2826 സെന്റിമീറ്റർ സ്ക്വയർ ഇസ് ദി ഏരിയ ഓഫ് ദിസ് സർക്കിൾ. ഓക്കെ, ഈ ക്വസ്റ്റ്യനിൽ തന്ന സർക്കിളിന്റെ ഏരിയ. അപ്പോൾ ക്ലിയർ ആയില്ലേ? എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു, അതുകൊണ്ട് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, സോൾവ് ചെയ്തെടുത്തു. ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് വൺ പറയുന്നത് ഒരു ഫിഗറിന്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം. ദി അഡ്ജോയിങ് ഫിഗേഴ്സ് ഷോസ് 2 സർക്കിൾസ് വിത്ത് ദി സെയിം സെന്റർ. ഇവിടെ 2 സർക്കിൾസ് ഉണ്ട്, നിങ്ങൾക്ക് കാണുന്നില്ലേ ഫിഗർ? ഒരു ലാർജ് സർക്കിൾ ഉണ്ട്, ദെൻ ഒരു സ്മോൾ സർക്കിളും ഉണ്ട്. ആൻഡ് അവിടെ അതിന്റെ സെന്റർ സെയിം ആണ് കേട്ടോ. അങ്ങനെയും കൂടെ പറഞ്ഞിട്ടുണ്ട്, രണ്ടിന്റെയും സർക്കിളിന്റെയും സെന്റർ സെയിം ആണ്. And the radius of the larger circle is 10 centimeter. Radius of the larger circle. അപ്പോൾ നമുക്ക് അതൊന്നും ഇവിടെ മാർക്ക് ചെയ്യാം. ലാർജർ സർക്കിളിന്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ ഇത് 10 centimeter ആണ്. ഓക്കെ, then and the radius of the smaller circle is 4 centimeter. സ്മോളർ സർക്കിളിന്റെ റേഡിയസ് എന്ന് പറയുമ്പോൾ ഇത് 4 centimeter ആണ്. ഓക്കെ, അത് എവിടേക്ക് വരച്ചു കഴിഞ്ഞാലും സെയിം ആണല്ലോ, റേഡിയസ് അല്ലേ, അപ്പൊ എവിടെയെങ്കിലും ഒന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്നത് ദി ഏരിയ ഓഫ് ദി ലാർജർ സർക്കിൾ. അപ്പൊ ലാർജർ സർക്കിളിന്റെ റേഡിയസ് 10 ആണ്, അത് വെച്ചിട്ട് ഏരിയ ഫൈൻഡ് ചെയ്യുക. ദെൻ അതിനുശേഷം ദി ഏരിയ ഓഫ് ദി സ്മോളർ സർക്കിൾ. സ്മോളർ സർക്കിളിന്റെ
റേഡിയസ് 4 സെന്റിമീറ്റർ ആണ്. സോ 4 യൂസ് ചെയ്തിട്ട് ഏരിയ ഫൈൻഡ് ചെയ്യുക. ദെൻ ദി ഷെയ്ഡഡ് ഏരിയ ബിറ്റ്വീൻ ദി 2 സർക്കിൾസ്. എന്നിട്ട് ഈ ഷെയ്ഡ് ചെയ്ത ആ ഒരു പാർട്ടിന്റെ ഏരിയ തന്നെയാണ് ചോദിച്ചത്. ഓക്കെ, ഏരിയ. അപ്പൊ എന്താണ്, അപ്പൊ എങ്ങനെയാ അത് ചെയ്യുക? ലാർജർ സർക്കിളിന്റെ ഏരിയയും സ്മോളർ സർക്കിളിന്റെ ഏരിയയും കിട്ടി, അത് രണ്ടും കൂടെ അങ്ങ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കിട്ടുന്ന പോർഷൻ എന്തായിരിക്കും? ഈ ബ്ലൂ കളറിൽ ഷെയ്ഡ് ചെയ്തിട്ടുള്ള പോർഷന്റെ ഏരിയ ആയിരിക്കും. ഓക്കെ, സിമ്പിൾ ആണ്. അപ്പൊ നിങ്ങൾ ഫസ്റ്റ് എന്ത് ചെയ്യണം? ലാർജർ സർക്കിൾ ഏരിയ ഫൈൻഡ് ചെയ്യുക, ദെൻ സ്മോളർ സർക്കിളിന്റെ ഏരിയ ഫൈൻഡ് ചെയ്യുക, രണ്ടും കൂടെ മൈനസ് ചെയ്യുക. സോ ദാറ്റ് ഇസ് ദി ഏരിയ ഓഫ് ഷെയ്ഡഡ് റീജിയൻ. ഓക്കെ, ഇപ്പൊ ഇവിടെ 10 ആണ് ലാർജർ സർക്കിളിന്റെ റേഡിയസ്, സ്മോളർ സർക്കിളിൻ്റെത് 4 ആണ്. അതുപോലെ തന്നെ ഇവിടെ പൈയുടെ വാല്യൂ എടുക്കാൻ പറഞ്ഞത് 3.14 ആണ് കേട്ടോ. എല്ലാ കേസിലും 3.14 ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് സോൾവ് ചെയ്ത് തുടങ്ങിയാലോ? തുടങ്ങാം. ഫസ്റ്റ് നമുക്ക് എ ചെയ്യാം. ലാർജർ സർക്കിളിന്റെ ഏരിയ ചെയ്യാം. അപ്പൊ ലാർജർ സർക്കിളിന്റെ റേഡിയസ് എന്താണ്? ഫസ്റ്റ് നമ്മൾ ലാർജർ സർക്കിൾ ആണ് എടുക്കുന്നത്. റേഡിയസ് 10 സെന്റിമീറ്റർ. ഓക്കെ, 10 സെന്റിമീറ്റർ ആണ് റേഡിയസ്. ആൻഡ് ഏരിയയുടെ ഇക്വേഷൻ എഴുതാം. ഏരിയ ഈക്വൽ ടു പൈ ആർ സ്ക്വയർ. സോ പൈ 3.14 യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. 3.14 ഇൻറ്റു 10 ഇൻറ്റു 10 ആണ് കേട്ടോ. ഇവിടെ ആർ സ്ക്വയർ ആയതുകൊണ്ട് 10 ഇൻറ്റു 10. 10 ഇൻറ്റു 10 100 ആണ്. അപ്പോൾ ഇവിടെ ചെയ്യുമ്പോൾ എന്താ ആൻസർ കിട്ടുക? നമ്മൾ പറഞ്ഞു 10ന്റെ പവേഴ്സ് വരുന്ന കേസിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ട, ആ ഡെസിമൽ പോയിന്റ്സ് ഒന്ന് മാറ്റി കൊടുത്താൽ മതി. അപ്പോൾ 3.14ന്റെ കൂടെ 100 ഇൻറ്റു ചെയ്യുമ്പം ഈ 100ൽ 2 zeros അല്ലേ? അപ്പോൾ ഈ ഒരു ഡെസിമൽ പോയിന്റ് 2 പ്ലേസ് റൈറ്റിലോട്ട് ഷിഫ്റ്റ് ആവും. അപ്പോൾ അതെന്തായിട്ട് മാറി? 340 ആയിട്ട് മാറും. 340 സെന്റിമീറ്റർ സ്ക്വയർ. സോ ദിസ് ഈസ് ദി ഏരിയ ഓഫ് ലാർജർ സർക്കിൾ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? സ്മോളർ സർക്കിളിൻ്റെ അത് ചെയ്യാം. അപ്പൊ സ്മോളർ സർക്കിളിന്റെ കേസിൽ ബി അല്ലേ? ബി ആണ്. ബി ക്വസ്റ്റ്യനിൽ നമുക്ക് സ്മോളർ സർക്കിൾ ആണ്. സ്മോളർ സർക്കിളിൽ റേഡിയസ് 4 ആയിരുന്നു അല്ലേ? റേഡിയസ് 4 ആണ്. നമുക്ക് ആദ്യം റേഡിയസ് നോട്ട് ചെയ്യാം. ആർ ഇസ് ഈക്വൽ ടു 4 സെന്റിമീറ്റർ. ആൻഡ് നെക്സ്റ്റ് ഏരിയ. അപ്പം ഏരിയ ഇസ് ഈക്വൽ ടു, ഇക്വേഷൻ സെയിം അല്ലേ? സർക്കിളിന്റെ ഏരിയ എല്ലാം ഇക്വേഷൻസ് സെയിം ആണ്. അപ്പൊ പൈ ആർ സ്ക്വയർ എന്ന് എഴുതി. ദെൻ 3.14 ഇൻറ്റു, ദെൻ ഇവിടെ ആറ് 4 ആണ്. അപ്പൊ 4 ഇൻറ്റു 4, 4 ഇൻറ്റു 4 16 ആണ്. അപ്പൊ 314 ഇൻറ്റു 16 ചെയ്താൽ മതി. എന്നിട്ട് പോയിന്റ് പ്ലേസ് ചെയ്താൽ മതി. അപ്പൊ 314 ഇൻറ്റു 4 ഇൻറ്റു 4 16. അപ്പം 4 ഇൻറ്റു 6 24, 4 2, ദെൻ 6 2 8, ദെൻ 6 ഇൻറ്റു 3 is 18. ആൻഡ് ഇനി 1 ആയിട്ട് ചെയ്യാം. ഓക്കെ, 4 ഇൻറ്റു 1 is 4, 1 ഇൻറ്റു 1 is 1, 3 ഇൻറ്റു 1 is 3. ദെൻ ഇനി ആഡ് ചെയ്യുമ്പോൾ 4, 12ന് 2, ദെൻ 1, 9ഉം 10ന് 0, 1, 5. സോ 5024 ആണ്. പക്ഷേ അവിടെ ഡെസിമൽ പോയിന്റ് മറന്നു പോകരുത്, കാരണം ഇവിടെ 0.14 ആ. ആഫ്റ്റർ ഡെസിമൽ പോയിന്റ് 2 ഡിജിറ്റ് ആണ്. അപ്പം നമ്മുടെ ആൻസറിൽ നമ്മൾ അതിനനുസരിച്ച് കൊടുക്കണം. ആൻസറിലും ഡെസിമൽ പോയിന്റ് കഴിഞ്ഞാൽ 2 ഡിജിറ്റ് ഉണ്ടായിരിക്കണം. സോ ദി ആൻസർ ഇസ് 50.24 സെന്റിമീറ്റർ സ്ക്വയർ. സോ ദിസ് ഇസ് ദി സ്മോളർ സർക്കിൾ ഏരിയ. അപ്പോൾ അത് ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ട് അല്ലേ? ലാർജർ സർക്കിളിന് എന്തായാലും ഏരിയ കൂടുതലായിരിക്കും. ഇൻ ദി കേസ് ഓഫ് സ്മോളർ സർക്കിൾ ഏരിയ കുറവായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഷെയ്ഡഡ് റീജിയന്റെ ഏരിയ കാണണം. അപ്പോൾ ആ ഷെയ്ഡഡ് റീജിയൻ കാണുമ്പോൾ തന്നെ നമുക്കറിയാം അവിടെ എന്താണ്, ഈ രണ്ട് സർക്കിൾസിന്റെ ബിറ്റ്വീൻ ആയിട്ടാണ് അവിടെ ഷെയ്ഡ് ചെയ്തത്. അപ്പോൾ ലാർജറിന്റെ അകത്ത് നിന്ന് സ്മോളറിന്റെ ഏരിയ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഇസ് ദി ഷെയ്ഡഡ് റീജിയൻ ഏരിയ. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് അത് ചെയ്യാം. ഏരിയ ഓഫ് ഷെയ്ഡഡ് റീജിയൻ. Area of shaded region, that is equal to large area of larger circle minus area of smaller circle. Area of larger circle minus area of smaller circle. Smaller circle. Then ഇനി രണ്ട് ഏരിയാസും കൂടെ മൈനസ് ചെയ്യാം.
larger circle area is 314 centimeter square ആണ്. So 314 minus, then smaller circle area is 50.24. So 50.24. Then ഇനി ഇത് രണ്ടും കൂടെ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. സോ മൈനസ് ചെയ്യുമ്പോൾ 340 മൈനസ് 50.24. അപ്പോൾ നിങ്ങൾ ഒരു നോർമൽ നമ്പറും ഒന്ന് ഡെസിമൽ നമ്പറും ആണ് വരുന്നതെങ്കിൽ സോ പോയിന്റ് കറക്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്യണം. ഓക്കെ, അതർവൈസ് ആൻസർ റോങ് ആയി പോവും. അപ്പോൾ ഇങ്ങനെ ചെയ്യാം. അപ്പോൾ ഇവിടുന്ന് ചെയ്യുന്ന സമയത്ത് നമുക്ക് 10 4 മൈനസ് ചെയ്താൽ 6, ദെൻ ഇവിടെ 9, 9 2 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 7, ആൻഡ് ഇവിടെ 4, ദെൻ 11 6 ആൻഡ് 2. അപ്പോൾ 264.76 ആണ് വരുന്നത്. സോ ദി ആൻസർ ഇസ് 264.76. സോ ഇത്രയും സെന്റിമീറ്റർ സ്ക്വയർ. ഷെയ്ഡഡ് റീജിയന്റെ ഏരിയ ആണ് കേട്ടോ ഇത്. ഏരിയ ഓഫ് ഷെയ്ഡഡ് റീജിയൻ ഇസ് 264.76 സെന്റിമീറ്റർ സ്ക്വയർ. ഏരിയ ആയതുകൊണ്ട് ലാസ്റ്റ് യൂണിറ്റിലും സെന്റിമീറ്റർ സ്ക്വയർ ഇസ് മസ്റ്റ്. ഓക്കെ, യെസ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ എങ്ങനെയാ ചെയ്തതെന്ന്? ഓക്കെ, ദെൻ ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ എക്സസൈസ് ആണ്. ഓക്കെ, എക്സസൈസിൽ കുറച്ചധികം പ്രോബ്ലംസ് ഉണ്ട് നമുക്ക്. പക്ഷെ എക്സസൈസിൽ ഒരുമിച്ചാണ് വരിക, അതായത് സർക്കംഫറൻസും ഏരിയയുടെയും ക്വസ്റ്റ്യൻസ് ഒരുമിച്ച്. ഓക്കെ, അപ്പൊ നമ്മൾ ഓൾറെഡി ഇക്വേഷൻസ് ഒക്കെ പഠിച്ചല്ലോ. സർക്കിളിന് സർക്കംഫറൻസ് എന്ന് പറഞ്ഞാൽ 2πr ആണ്, ഓർ πdയും യൂസ് ചെയ്യാം. ഇൻ കേസ് ഡയമീറ്റർ ആണ് തന്നതെങ്കിൽ നിങ്ങൾക്ക് πd യൂസ് ചെയ്യാം. ദെൻ ഏരിയ ഓഫ് സർക്കിൾ എന്ന് പറയുന്നത് πr² ആണ്. ഓക്കെ, അപ്പൊ ഈ രണ്ട് ഇക്വേഷൻസ് ആണ് ഇനി നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇനി വരുന്ന ക്വസ്റ്റ്യൻസിലൊക്കെ. അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി സർക്കംഫറൻസ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ സർക്കംഫറൻസിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫൈൻഡ് ദി സർക്കംഫറൻസ് ഓഫ് ദി സർക്കിൾസ് വിത്ത് ദി ഫോളോയിങ് റേഡിയസ്. 2 റേഡിയസ് തന്നു നമ്മളോട് സർക്കംഫറൻസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ ഇവിടെ പറയുന്നുണ്ട് ടേക്ക് പൈ ഇസ് ഈക്വൽ ടു 22/7. അപ്പൊ നമ്മൾ യൂസ് ചെയ്യേണ്ട പൈയുടെ വാല്യൂ എന്താണ്? 22/7 ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് റേഡിയസ് ഇസ് 14 സെന്റിമീറ്റർ ആണ്. അപ്പൊ നമുക്ക് ഫസ്റ്റത്തെ റേഡിയസ് 14. സോ ഇവിടെ ചെയ്യേണ്ടത് സർക്കംഫറൻസ് ആണ്. C is equal to 2πr. ഓക്കെ, 2πr റേഡിയസ് എന്നോണ്ട് നമുക്ക് 2πr എന്ന ഇക്വേഷൻ യൂസ് ചെയ്യാം. ദെൻ 2 into π is 22/7, ദെൻ into r is 14. ഓക്കെ, r 14 വന്നു. അപ്പൊ നമ്മൾ ഈ 22/7 അധികവും നമ്മളോട് യൂസ് ചെയ്യാൻ പറയുന്ന ക്വസ്റ്റ്യൻസിലൊക്കെ നമുക്ക് ന്യൂമറേറ്ററിൽ 7ഉമായിട്ട് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി പറ്റുന്ന നമ്പേഴ്സ് ആയിരിക്കും. ഇപ്പൊ ഇവിടെ തന്നപ്പോഴും ഇവിടെ 7ഉം 14ഉം ആണ്. ഇൻ 7 14 is 2 times അല്ലെ? അപ്പൊ അതുകൊണ്ട് 7ൽ 7 is 1 time, 14 is 2 time. ഇനി നമുക്ക് ഇൻറ്റു ചെയ്താൽ മതി. 2 into 22 44, 44 into 2 is 88. So the answer is 88 centimeter. ഓക്കെ, മാറിപ്പോവരുത് കേട്ടോ. ഏരിയയും സർക്കംഫറൻസ് ഒക്കെ ഒരുമിച്ച് പഠിച്ചതുകൊണ്ട് യൂണിറ്റ് എഴുതുമ്പം പെരിമീറ്ററിന്റെ സ്ഥലത്ത്, അതായത് സർക്കംഫറൻസിൽ പോയിട്ട് സെന്റിമീറ്റർ സ്ക്വയർ എന്ന് എഴുതരുത്. അപ്പൊ ആൻസർ കംപ്ലീറ്റ് ആയിട്ട് ടീച്ചേഴ്സ് മാർക്ക് തരില്ല. നമ്മൾ യൂണിറ്റ് മാറിപ്പോയാൽ അത് ഏരിയ ആയി മാറിയില്ലേ? ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഇസ് 28 mm ആണ്. അത് മില്ലിമീറ്ററിലാണ് തന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ആൻസർ എഴുതുമ്പോഴും പെരിമീറ്റർ, അതായത് സർക്കംഫറൻസ് മില്ലിമീറ്ററിൽ തന്നെ ആയിരിക്കണം. അവിടെ പോയിട്ട് സെന്റിമീറ്റർ എന്ന് എഴുതരുത്. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഇതിൽ ചെയ്യുന്ന സമയത്ത് സർക്കംഫറൻസ് C is equal to 2πr ആണ്. സോ 2 into നമ്മളോട് പൈ പറഞ്ഞത് 22/7 ആണ്. സോ 22/7 into and r is 28. ദെൻ ഇനി 7ഉം ഇവിടെ 28 അതും നമുക്ക് ക്യാൻസൽ ചെയ്യാം അല്ലെ? 4 times അല്ലെ? അപ്പൊ നമ്മൾ കട്ട് ചെയ്തു. 7ൽ 7 1 time, 28 4 time. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 2 into 22 എന്ന് പറയുന്നത് എന്താണ്? 44 ആണ്. ആൻഡ് 44ഉം 4ഉം കൂടെ ഇൻറ്റു ചെയ്യുന്നു. 44 into 4 16, 6 1, 16ഉം 1ഉം 70. So here the circumference is 176 mm, millimeter. mm-ലാണ് ക്വസ്റ്റ്യൻ, അതുകൊണ്ട് ആൻസർ എഴുതുമ്പോഴും mm-ലായിരിക്കണം ആൻസർ വരേണ്ടത്. ഓക്കെ, സോ ക്ലിയർ ആയില്ലേ? സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡയറക്റ്റ് റേഡിയസ് തന്നു, നമ്മൾ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, യൂണിറ്റ് ഒക്കെ നോക്കി എഴുതിയാൽ മാത്രം മതി. ഓക്കെ, ദെൻ നമുക്ക് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഏരിയ ആണ് കേട്ടോ. ഏരിയ റിലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഫൈൻഡ് ദി ഏരിയ ഓഫ് ദി ഫോളോയിങ് സർക്കിൾസ് ഗിവൺ ദാറ്റ് ആൻഡ് ടേക്ക് പൈ ഈക്വൽ ടു
22/7. ഇവിടെ പൈ 22/7 യൂസ് ചെയ്യണം. ആൻഡ് ഫസ്റ്റ് തന്ന ക്വസ്റ്റ്യൻ്റെ അകത്ത് ഡയമീറ്ററും സെക്കൻഡ് തന്ന ക്വസ്റ്റ്യൻ്റെ അകത്ത് റേഡിയസും ആണുള്ളത്. അപ്പോൾ ഏരിയ അല്ല ഇവിടെ വേണ്ടത്, ഇവിടെ സർക്കംഫറൻസ് അല്ല ഏരിയ ആണ് പറഞ്ഞത്. അപ്പോൾ ഏരിയക്ക് നമ്മൾ πr² ആണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ ഇൻ കേസ് നമുക്ക് ഡയമീറ്റർ ആണ് തന്നതെങ്കിൽ നമുക്കറിയാം ഡയമീറ്റർ ആൻഡ് റേഡിയസിന്റെ റിലേഷൻ. അപ്പോൾ ഡയമീറ്ററിന്റെ ഹാഫ് എടുത്തിട്ട് നമ്മുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നമുക്ക് ഡയമീറ്റർ ആണ് ഉള്ളത് 49. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, 49/2 ചെയ്യണം. അത് ഡയമീറ്റർ ആണ്. അപ്പോൾ 49/2 ചെയ്താലേ നമുക്ക് റേഡിയസ് കിട്ടുള്ളൂ. അപ്പോൾ റേഡിയസ് ഈക്വൽ ടു 49/2. ഓക്കെ, അപ്പോൾ 49/2 നമുക്കൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം എന്താ ആൻസർ കിട്ടുന്നതെന്ന്. ഇവിടെ പൈയുടെ വാല്യൂ 22/7 ആണ് യൂസ് ചെയ്യാൻ പറഞ്ഞത്. അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് റേഡിയസ് 49/2 തന്നെ എടുത്തോണ്ടും പ്രോബ്ലം ചെയ്യാം. അപ്പം അങ്ങനെ ചെയ്യുവാണെങ്കിൽ എന്താ വരിക, ഏരിയ എന്ന് പറയുന്നത് πr² ആണ് നമ്മുടെ ഏരിയയുടെ ഇക്വേഷൻ. അപ്പോൾ പൈ നമ്മൾ 22/7 എടുക്കും. ദെൻ പിന്നെന്താണ് ഇൻറ്റു, ഇവിടെ നമുക്ക് 49/2 അല്ലേ, അപ്പോൾ 49/2 തന്നെ കൊടുക്കാം. 49/2 ഇൻറ്റു 49/2. അതെന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ഇവിടെ നമ്മൾ 49/2 ചെയ്യുമ്പോൾ നമുക്കത് നോർമൽ നമ്മൾ ആദ്യം തന്നെ ഡിവിഷൻ ചെയ്താൽ അവിടെ നമുക്ക് ഡെസിമൽ പോയിന്റ്സ് വരും. പിന്നെ കാൽക്കുലേഷനിൽ കൊണ്ടുവരുമ്പോൾ ആ ഡെസിമൽ പോയിന്റ്സ് വെച്ച് നമ്മൾ വെറുതെ ടൈം പോക്കണ്ടേ അല്ല. എന്തായാലും നമ്മൾ നോർമൽ നമ്പർ ചെയ്യുന്നത് വെച്ച് നോക്കുമ്പോൾ കുറച്ചൊരു ടൈം എടുക്കും. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഈ 49/2 ആയതുകൊണ്ട് സെയിം അതേ വാല്യൂ എന്ത് ചെയ്യുക, അതേപോലെ തന്നെ കൊടുക്കുക. അത് അവിടുന്ന് ഇവിടെ നമുക്ക് ക്യാൻസൽ ചെയ്ത് പോകും. കാരണം നമുക്ക് 22/7 എടുക്കാൻ പറഞ്ഞതുകൊണ്ട് നമുക്ക് ഈസിയാണ്. കാരണം 7ൽ 49 ഉണ്ട്. 7 × 7 is 49. അതുകൊണ്ട് നമുക്ക് ഇതാ ഇവിടുന്ന് അങ്ങ് കട്ട് ചെയ്യാം. 7 ടൈംസ് ഇവിടെ 1. ഇനി ഇവിടെ ഒരു 2 ആണുള്ളത്. അപ്പൊ 2ഉം ഈ 22ഉം നമുക്ക് കട്ട് ചെയ്യാം. 2ൽ 22 11 ടൈംസ് ആണ്. കണ്ടോ, അപ്പൊ നമുക്ക് കുറെ ക്യാൻസൽ ചെയ്തു പോയി. ഇനി ബാക്കി ഇവിടെ ഒരു 2 വരുന്നുണ്ട്, പിന്നെ ഒരു 49ഉം വരുന്നുണ്ട്. 49 പിന്നെ നമ്മൾ ന്യൂമറേറ്ററിൽ ആയതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ നമുക്ക് 11 × 7 × 49 ചെയ്യണം. ഓക്കെ, 11 × 7 × 49. സോ അത് 3773 ആണ് കിട്ടുന്നത്. ദെൻ നമുക്ക് ഡിനോമിനേറ്ററിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു 2 ഉള്ളൂ ബാലൻസ് അല്ലേ. അപ്പൊ ഡിവൈഡഡ് ബൈ ഈ ആൻസർ ഡിവൈഡഡ് ബൈ 2 ചെയ്യണം. ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ ആൻസർ 1886.5 കിട്ടും. ഓക്കെ, 1886.5. 86.5. സോ ദിസ് ഇസ് ദി ഏരിയ. അപ്പൊ സെന്റിമീറ്ററിലായതുകൊണ്ട്, സോറി സെന്റിമീറ്ററിലല്ല മീറ്ററിലാട്ടോ. ഇവിടെ ക്വസ്റ്റ്യനിൽ മീറ്റർ ആണ്, അതുകൊണ്ട് നമ്മൾ എഴുതുമ്പോൾ മീറ്റർ സ്ക്വയർ എന്നായിരിക്കണം യൂണിറ്റ് എഴുതേണ്ടത്. 1886.5 മീറ്റർ സ്ക്വയർ. ഓക്കെ, ദാറ്റ് ഇസ് ദി ഏരിയ. അപ്പോൾ ഫസ്റ്റ് വൺ മനസ്സിലായില്ല എങ്ങനെയാണ് ചെയ്തതെന്ന്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ട്, കുറച്ച് കാൽക്കുലേഷൻസ് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ കുറച്ച് മെത്തേഡ്സ് ഒക്കെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് പോയിട്ട് അവിടെ 49/2 ആദ്യമേ ചെയ്ത് അതെടുത്ത് അതിന്റെ സ്ക്വയർ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടെ ടൈം എടുക്കുമായിരുന്നു കാൽക്കുലേഷൻസ് ചെയ്യാൻ. നമ്മൾ ഡയറക്റ്റ് അതേ ഒരു നമ്പർ അങ്ങനെ തന്നെ എടുത്ത് നമ്മുടെ ഇക്വേഷനിലോട്ട് കൊടുത്തതുകൊണ്ട് നമുക്ക് ഒന്നും കൂടെ സിമ്പിൾ ആയിട്ട് കിട്ടും. ഓക്കെ, അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ബി ആണ്. ബി ക്വസ്റ്റ്യനിൽ റേഡിയസ് തന്നെയാണ് തന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ഏരിയയുടെ ഇക്വേഷനിലോട്ട് കൊടുക്കാനുള്ളതേ ഉള്ളൂ. അപ്പൊ നമുക്ക് അത് ചെയ്ത് നോക്കാം. സോ ബിയുടെ ആൻസറിൽ ഏരിയാസ് ഇക്വേഷൻ എഴുതുക. ഫസ്റ്റ് ഏരിയ ഇസ് ഈക്വൽ ടു πr² ആൻഡ് പൈ ഇസ് 22/7. ഇവിടെ 22/7 ആണ് യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്, അതുകൊണ്ട് 22/7 തന്നെ യൂസ് ചെയ്യുന്നു. ദെൻ റേഡിയസ് 5 ആണ്, അപ്പൊ 5 × 5 എന്ന് വരും. ഓക്കെ, അപ്പൊ 5 × 5 25 ആണ്. ഇവിടെ 22 ഉണ്ട്. അപ്പൊ 25ഉം 22ഉം കൂടെ ഇൻറ്റു ചെയ്യുന്നു. അപ്പം 0 1 5. അപ്പൊ 550 വരും നമുക്ക്. 550. സോ ഈ 550 ഇനി എന്ത് ചെയ്യണം, 7 ആയിട്ട് ഡിവൈഡ് ചെയ്യണം. 550 ഡിവൈഡഡ് ബൈ 7 ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് നോർമൽ ഡിവിഷൻ ചെയ്താൽ മതി. നമ്മൾ കാൽക്കുലേഷൻസ് എങ്ങനെയാ ചെയ്യുക, 550 ഡിവൈഡഡ് ബൈ 7 ചെയ്യാം. അപ്പൊ നോർമൽ ഡിവിഷൻ ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്ക് ഫസ്റ്റത്തെ ഡിജിറ്റ് 5 അത് 7നെ കമ്പയർ ചെയ്യുമ്പോൾ സ്മോളർ അല്ലേ. അപ്പൊ നമ്മൾ 55 എടുക്കും. 55 എടുക്കുമ്പോൾ 7 ടൈംസ് നമുക്ക് 49 വരും. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, ഇവിടേക്ക് 1നെ എടുക്കുമ്പോൾ 15 ആയി അല്ലേ. ദെൻ 9ഉം 15ഉം 9ഉം 15 എന്ന് പറയുമ്പം 9ന് എത്ര ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 15 കിട്ടുക, അതായത് 9ഉം ദെൻ 6ഉം അല്ലേ.
സോ അപ്പോൾ നമുക്ക് ഇവിടെ 6 കിട്ടി. ഇനി ഇവിടെ എന്താണ്, ഇവിടെ നമ്മൾ എടുത്തുകൊണ്ട് ഇവിടെ 4 ആണ്. അപ്പോൾ 4ഉം 4ഉം കൂടെ എന്തായിട്ട് മാറും, 0 ആയിട്ട് മാറും. ദെൻ ഈ 0നെ നമ്മൾ ഇങ്ങോട്ട് കൊടുക്കാം. ഇനി 7ൽ നോക്കുന്ന സമയത്ത് 7 × 7 49ഉം ദെൻ 7 × 8 നമുക്ക് ചെയ്യാം. 8 ചെയ്യുമ്പോൾ നമുക്ക് 56 കിട്ടും. ഇനി ഇത് മൈനസ് ചെയ്യുമ്പം 10 നിന്ന് ഇവിടെ 4 വരും. ആൻഡ് ഇവിടെ 5 0 ആയി. ഇനി നമ്മൾ വീണ്ടും 0 കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ പോയിന്റ് വരും. ഇനി 5ൽ 35 ആണ്. ദെൻ മൈനസ് ചെയ്യുമ്പോൾ 5 വരും. വീണ്ടും നമ്മൾ 0 കൊടുക്കുന്നു. അപ്പോൾ 7 × 7 49 വരും. ദെൻ 1 ബാലൻസ് വരും. അതങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. സോ വി ടേക്ക് 70. നമുക്ക് 2 ഡിജിറ്റ് മതി. അപ്പോൾ 78.57 അത്ര എടുത്താൽ മതി. സോ സെന്റിമീറ്റർ സ്ക്വയർ. ആഫ്റ്റർ ഡെസിമൽ പോയിന്റ് നമ്മളൊരു 2 ഡിജിറ്റ് എടുത്താൽ മതി കേട്ടോ. ഇനി 1 ആണെങ്കിലും നോ പ്രോബ്ലം, നമുക്ക് അവിടെ സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് സെക്കൻഡ് 1 ഏരിയ കിട്ടിയത് 78.57 സെന്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയല്ലോ ഇതിലെ ബി ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്തതെന്ന്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തേർഡ് ക്വസ്റ്റ്യൻ ആണ്. തേർഡ് ക്വസ്റ്റ്യനിൽ ഇഫ് ദി സർക്കംഫറൻസ് ഓഫ് സർക്കിൾ ഷീറ്റ് ഇസ് 154 മീറ്റർ. ഓക്കെ, ഇവിടെ എന്താണ് കൊടുത്തത്, സർക്കംഫറൻസ് ഇസ് ഗിവൺ. നമ്മൾ ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടില്ല, അപ്പൊ നമ്മൾ ഫസ്റ്റ് ആയിട്ട് ചെയ്യാൻ പോവാണ്. സർക്കംഫറൻസ് ഇസ് 154 meters ആൻഡ് ഫൈൻഡ് ഇറ്റ്സ് റേഡിയസ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു സർക്കംഫറൻസ് യൂസ് ചെയ്തിട്ട് റേഡിയസ് ഫൈൻഡ് ചെയ്യണം. എന്നിട്ട് ഓൾസോ ഫൈൻഡ് ദി ഏരിയ ഓഫ് ദി ഷീറ്റ്. എന്നിട്ട് നമ്മൾ ഏരിയയും കാണാം. അങ്ങനെയാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ഇതെങ്ങനെ നമുക്ക് ചെയ്യാം, നമ്മൾ എന്ത് ചെയ്യാം, സർക്കംഫറൻസോ ഏരിയ ഒക്കെയാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ ഗിവൺ ആയിട്ടുള്ളതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇക്വേഷനിൽ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഏരിയയുടെ ഇക്വേഷൻ, സർക്കംഫറൻസിന്റെ ഇക്വേഷൻസ് ഒക്കെ അറിയാം. ഇക്വേഷൻ എടുക്കുക, ഏരിയ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് ഓട്ടോമാറ്റിക്കലി കിട്ടുന്ന ആളെന്തായിരിക്കും, റേഡിയസ് ആയിരിക്കും അല്ലെ. അപ്പൊ നമുക്ക് അങ്ങനെ ചെയ്യാം. നമ്മൾ മുന്നേ ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമ്മൾ ഇപ്പൊ ട്രയാങ്കിളിന്റെ കേസിലായാലും പാരലോഗ്രാമിന്റെ കേസിലായാലും ഇങ്ങനെ ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ ഫസ്റ്റ് സർക്കംഫറൻസ് ആണ്, സി തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 154 meters. 154 meters. Then ഇനി നമുക്ക് സിയുടെ ഇക്വേഷൻ അറിയാം. വാട്ട് ഇസ് ഇക്വേഷൻ, സി ഇസ് ഈക്വൽ ടു 2πr ആണ്. അപ്പൊ ഇവിടെ സി ഇസ് ഗിവൺ, ദാറ്റ് ഇസ് 154. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ 2 × പൈ ഇവിടെ നമ്മളോട് പറഞ്ഞ 22/7 യൂസ് ചെയ്യാനാണ്. അപ്പൊ 22/7 ദെൻ ഇൻറ്റു ആർ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ 6 ആണ് വേണ്ടത്. അപ്പൊ ഈ ഒരു പാർട്ടിനെ നമുക്ക് അതേപടി ഇവിടേക്ക് മൂവ് ചെയ്യണം. അപ്പൊ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്, ഇങ്ങോട്ട് പോകുമ്പോൾ അത് ഡിവിഷൻ ആയിട്ട് മാറും. സോ ആർ ഇസ് ഈക്വൽ ടു 154 ഡിവൈഡഡ് ബൈ 2 × 22/7 ആയി. അപ്പൊ ഇവിടെ എന്ത് വരും, 154 ബൈ ഈ 2 × 22 44 ആണ്, 44/7 വരും 7. ഇനി നമുക്കറിയാം ഇങ്ങനെ ഒരു എന്താ പറയാ, നമ്മുടെ ഡിവിഷനിൽ ഒരു നോർമൽ നമ്പറും ഫ്രാക്ഷനും വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാറ്, ഈ ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് മാറ്റും അല്ലെ, മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് മാറ്റും. ദെൻ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് മാറ്റുമ്പോൾ അവിടെ നമ്മൾ എന്ത് എടുക്കണം, റെസിപ്രോക്കൽ എടുക്കണം. ഈ ഡിനോമിനേറ്ററിൽ വരുന്ന ഫ്രാക്ഷന്റെ റെസിപ്രോക്കൽ എടുക്കണം. ഓക്കെ, നമ്മൾ എപ്പോഴും ഇങ്ങനെ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഉണ്ടാവുന്ന ഫ്രാക്ഷന്റെ റെസിപ്രോക്കൽ, ദാറ്റ് മീൻസ് അതിനൊന്ന് ഇൻവേർട്ട് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇത് എന്തായിട്ട് വരും, 154 ഇൻറ്റു ആയിട്ട് മാറുമ്പം 44/7 7/44 ആയിട്ട് മാറും. അതിനെ ഇൻവേർട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് 154ഉം 44ഉം കൂടെ ഡിവൈഡ് ചെയ്യണം അല്ലേ. അത് നമുക്ക് 11ൽ പോവും. 11ൽ 44 വരുന്നില്ലേ, 11 × 4 is 44. അതുപോലെ 154ഉം 11ൽ വരുന്നുണ്ട്. എത്ര ടൈംസ് ആണ് നമുക്കൊന്ന് നോക്കിയാലോ. 44 11ൽ 4 ടൈംസ്. ഇനി 54 എന്ന് പറയുന്നത് 11ൽ 1 ടൈം ആണ് 11 വരുന്നത് അല്ലേ. നമ്മൾ 1 ടൈം 11 എടുത്തിട്ടുണ്ടെങ്കിൽ ബാക്കി ബാലൻസ് വരുന്നത് 4 ആണ്. 11 കഴിഞ്ഞാൽ പിന്നെ 12 13 40 ആൻഡ് 50. അപ്പൊ 4 ആണ് ബാലൻസ്. ആ 4 ഇവിടെ കൊടുത്താൽ വീണ്ടും ഇവിടെ 44 ആയി. അപ്പൊ 4ൽ 44 അല്ല 11ൽ 44 വീണ്ടും 4 ടൈംസ്. അപ്പൊ ആ 4 ഇവിടെയും കൊടുത്തു. കണ്ടോ, അത് നിങ്ങൾക്ക് നോർമൽ ചെയ്യുന്ന പോലെ ഡിവിഷൻ ചെയ്താൽ മതി. അതായത് 154ഉം 44ഉം കൂടെ എടുക്കാം. ഇങ്ങനെയും ചെയ്യാം. ഓക്കെ, ഇങ്ങനെ ഡിവിഷനും ചെയ്യാം. അപ്പൊ നമുക്ക് ഇവിടെ 14 കിട്ടി, ഇവിടെ 4 കിട്ടി. ഇനി നമുക്ക് 2ൽ പോകും. ഇവിടെ 2ൽ 4 2 ടൈംസ് 14 7 ടൈംസ്. ഓക്കെ, ഇങ്ങനെ കിട്ടി. ഇനി പോവോ, ഇനി നമുക്ക് കട്ട് ചെയ്യാനുണ്ടോ, ഇനി 2ഉം 7ഉം കട്ട് ചെയ്യാൻ പറ്റുമോ, ഇല്ല. പിന്നെ ഇവിടെ വരുന്ന 7 × 7 ആണ്. 7 × 7 എന്ന് പറയുന്ന 49. ദെൻ 49/2 ഉണ്ട്. അതാണ് നമുക്ക് 6 ആയിട്ട് കിട്ടുന്നത്, 49/2.
നമുക്ക് 6 ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് റേഡിയസ് ഫൈൻഡ് ചെയ്യണം. അപ്പൊ നമുക്ക് അതിനെ ഡെസിമലിലോട്ട് മാറ്റാം അല്ലെ. 49/2 അല്ലേ. അപ്പൊ ഡെസിമലിലോട്ട് മാറ്റുമ്പോൾ നമുക്കിവിടെ 24.5 കിട്ടും. ഓക്കെ, 5 × 10 വരെ 24.5. അതായത് നമുക്ക് ഇവിടെ 6 കിട്ടിയത് 24.5 ആണ്. 5 മീറ്റേഴ്സ് ആണ് 6. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടില്ല. നമ്മുടെ ഫസ്റ്റ് ആണ് ക്വസ്റ്റ്യൻ ആണ് റേഡിയസ് ഫൈൻഡ് ചെയ്യുന്നത്. റേഡിയസ് കിട്ടിക്കഴിഞ്ഞാൽ ഏരിയ ചെയ്യണം. ഏരിയയുടെ ഇക്വേഷൻ എന്താണ്? πr² ആണ്. അപ്പൊ നമുക്ക് 6 അറിയാലോ. 6 24.5 ആണ്. അത് യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം? ഏരിയ ചെയ്യാം. Area is equal to πr². So pi is 22/7 into r is 24.5 into 24.5. ഓക്കെ, ഇങ്ങനെയാണ് കിട്ടിയത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ന്യൂമറേറ്റർ എല്ലാം കൂടെ ഇൻറ്റു ചെയ്ത് ഡിനോമിനേറ്റർ ആയിട്ടുള്ള 7നെ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അല്ലെങ്കിൽ 7 വെച്ച് നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ നോക്കാം. 245 ആണ്. അപ്പൊ 245 ഡിവൈഡഡ് ബൈ 7 എന്ന് പറയുന്നത് 3 times 21 വരും. ദെൻ 21 വന്നാൽ ബാക്കി 22, 23, 24 3 ആ വരുന്നത്. 35 ഉണ്ട് 7ൽ 5 ടൈംസ് ആ. അപ്പൊ ഇവിടെ 24.5. അപ്പൊ ഇവിടെ 3.5 വരും. ഓക്കെ, 3.5 ആണ് ആൻസറിൽ വരിക. 3.5 × 7 ചെയ്താൽ നമുക്ക് ഓക്കെ. അപ്പൊ 3. അപ്പൊ നമുക്ക് ഒന്ന് മാത്രം 7 കട്ട് ചെയ്യാം. അപ്പൊ ഇവിടെ കട്ട് ചെയ്യുമ്പോൾ 3.5 കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇനി നോർമലി ചെയ്യുന്ന പോലെ എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. അതേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് എല്ലാം കൂടെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. ഇവിടെ 22 × 3.5 × 24.5. That is 1886.5 ആണ് ഫൈനൽ ആൻസർ കിട്ടുന്നത്. ഓക്കെ, 1886.5. സോ ഇത്രയും എന്താണ്? ഏരിയ ആയതുകൊണ്ട് നമുക്ക് സെന്റിമീറ്റർ, സോറി ഇവിടെ എല്ലാം മീറ്ററിലാണ്. അപ്പൊ മീറ്റർ സ്ക്വയർ എന്ന് കൊടുക്കാം. സോ ആൻസർ ഇസ് മീറ്റർ സ്ക്വയർ. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്തു? നമുക്ക് സർക്കംഫറൻസ് തന്നു, അതിൽ നമ്മൾ റേഡിയസ് ഫൈൻഡ് ചെയ്തു. ദെൻ ആ റേഡിയസ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഏരിയ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് 1886.5 സെന്റിമീറ്റർ സ്ക്വയർ എന്തായിട്ട് കിട്ടി? ആൻസർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ. ഇങ്ങനെയും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓക്കെ, ദെൻ ഇനി നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് പ്രോബ്ലം ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ആദ്യം ഒന്ന് ക്വസ്റ്റ്യൻ വായിക്കാം എന്താ വരുന്നതെന്ന്. നമ്മുടെ 4th ക്വസ്റ്റ്യൻ, എ ഗാർഡനർ വാണ്ട്സ് ടു ഫെൻസ് എ സർക്കുലർ ഗാർഡൻ ഓഫ് ഡയമീറ്റർ 21 മീറ്റർ. അപ്പൊ ഒരു ഗാർഡൻ ആണ് കേട്ടോ. അപ്പൊ നമുക്ക് ആ ഗാർഡൻ ഒന്ന് വരച്ചു നോക്കാം. ഒരു സർക്കുലർ ഗാർഡൻ എന്നാ പറഞ്ഞത്. അപ്പൊ ഇതാണ് നമ്മുടെ ഗാർഡൻ. ആൻഡ് ഈ ഗാർഡന്റെ ഡയമീറ്റർ 21 ആണ്. അപ്പൊ ഡയമീറ്റർ 21 മീറ്റേഴ്സ് ആണ്. ഡയമീറ്റർ 21 meters. And find the length of rope he needs to purchase if he make 2 rounds of fence. Also find the cost of the rope if its cost ₹4 per meter. Then take pi equal to 22/7. അപ്പൊ ഇതൊരു ഗാർഡൻ ആണ്. ആൻഡ് ഇവിടുത്തെ ഗാർഡനർ ഈ ഒരു ഗാർഡനെ ചുറ്റും ഫെൻസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അതായത് ചുറ്റും വേലി കെട്ടാൻ പോവാ, ചുറ്റുമതിൽ കെട്ടാൻ വേണ്ടി പോവാണ്. ഓക്കെ, ഫെൻസിങ് ചെയ്യുവാണ്. സോ അങ്ങനെ 2 റൗണ്ട് ആയിട്ട് ചെയ്യുന്നുണ്ട്. ഒരു സിംഗിൾ റൗണ്ട് അല്ല, 2 റൗണ്ട്സ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആ ആൾ എന്ത് ചെയ്യണം? അതിന് വേണ്ടിയിട്ട് റോപ്പ് വാങ്ങിക്കണം. ഓക്കെ, ഫെൻസിങ് ചെയ്യാനുള്ള റോപ്പ് വാങ്ങിക്കണം. അപ്പൊ ആ റോപ്പ് വാങ്ങിക്കുന്ന സമയത്ത് എത്ര ലെങ്ത് ഉള്ള റോപ്പ് ആൾക്ക് പർച്ചേസ് ചെയ്യണം. ആൻഡ് അതുപോലെ തന്നെ ആ റോപ്പ് എത്ര കോസ്റ്റ് ആള് പേയ്മെന്റ് ചെയ്യണം. അതായത് ഇപ്പൊ 1 മീറ്റർ വരുന്ന റോപ്പ് ആണെങ്കിൽ അതിന് ₹4 കൊടുക്കണം. അപ്പൊ ഈ ഒരു ഗാർഡനിൽ എത്ര റോപ്സ് വേണം നമ്മൾ നോക്കണം. അപ്പൊ ഫെൻസിങ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിന്റെ ചുറ്റുമാണ് ചെയ്യുക, ഈ ഗാർഡന്റെ ചുറ്റുമാണ് ചെയ്യുക. അപ്പൊ ഫുൾ ആ ബൗണ്ടറി ചെയ്യാന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്? സർക്കംഫറൻസ് ആണ്.
ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ഗാർഡന്റെ സർക്കംഫറൻസ് ഫൈൻഡ് ചെയ്യണം. പക്ഷെ അവിടെ ആള് ഒരു റൗണ്ട് അല്ല ചെയ്യുന്നത്, 2 റൗണ്ട്സ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഫെൻസിങ് 2 റൗണ്ട്സ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ നമ്മുടെ സർക്കംഫറൻസിനെ ഇൻടു 2 ചെയ്യണം. അപ്പൊ നമുക്ക് ആവശ്യമുള്ള ആ ടോട്ടൽ സർക്കംഫറൻസ് കിട്ടും. ദെൻ അതിനുശേഷം അത്രയും റോപ്പ് ആയിരിക്കും വേണ്ടത്, എത്രയാണോ അതിന്റെ സർക്കംഫറൻസ് അത്രയും റോപ്പ് വാങ്ങിക്കണം. അപ്പൊ അത് എത്ര മീറ്റർ ഉണ്ടോ നോക്കുക, നമ്മുടെ സർക്കംഫറൻസ് എത്ര മീറ്റർ ആണ് ടോട്ടൽ വരുന്നത് നോക്കുക. ദെൻ എന്നിട്ട് ഈ എമൗണ്ടിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര കോസ്റ്റ് വരുന്നു നമുക്ക് കിട്ടും. അപ്പൊ ഇവിടെയൊക്കെ പൈയുടെ വാല്യൂ നമ്മൾ 22/7 വേണം യൂസ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഗാർഡന്റെ സർക്കംഫറൻസ് ഫൈൻഡ് ചെയ്യാം അല്ലെ. സർക്കംഫറൻസ് ഓഫ് ഗാർഡൻ ഗാർഡൻ ഇസ് ഈക്വൽ ടു 2πr ആണ് വരുന്നത്. അപ്പൊ ഇവിടെ r എന്താണ്, നമുക്കിവിടെ ഡയമീറ്റർ 21 ആണ്. അപ്പൊ r എന്തായിരിക്കും, ഹാഫ് ഓഫ് ദി ഡയമീറ്റർ ആയിരിക്കും, അതായത് 21/2 ആണ് വരിക. അപ്പൊ നമുക്ക് r ഇസ് ഈക്വൽ ടു 21/2 തന്നെ എഴുതാം. ഓക്കെ, ഇങ്ങനത്തെ കേസിലൊക്കെ നോർമലി നിങ്ങൾക്ക് എന്താ പറയുക, ഡിവിഷൻ പോസിബിൾ ആവുന്ന കേസിൽ ആ വാല്യൂ എടുക്കാം. പക്ഷെ ഇവിടെയൊക്കെ ഡെസിമൽ വരും, 21/2 ആ. അപ്പൊ അങ്ങനെ ഡെസിമൽ വരുന്ന കേസസിൽ ഇതന്നെ ഫോളോ ചെയ്താൽ മതി, ഈ ഫ്രാക്ഷൻ തന്നെ യൂസ് ചെയ്താൽ മതി കേട്ടോ, നമ്മൾ മുന്നേ ചെയ്ത ആ ഒരു പ്രോബ്ലത്തിനെ പോലെ തന്നെ. ഇനി നമുക്ക് എന്ത് ചെയ്യണം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം വാല്യൂസ്. So that is equal to circumference 2 into pi is 22/7 ആണ് യൂസ് ചെയ്യാൻ പറഞ്ഞത്, into 21/2. നമുക്ക് റേഡിയസ് 21/2 തന്നെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ദെൻ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ക്യാൻസലിംഗ് പോസിബിൾ ആണ്, അതുകൊണ്ടാണ് ഈ 21/2 യൂസ് ചെയ്യാൻ വേണ്ടി പറയുന്നത്. അപ്പൊ 2 നോക്കുമ്പോൾ 2 21 3 ടൈംസ് ആണ് അല്ലെ, 7 into 3 എന്നാണ് 21. അപ്പൊ അത് കിട്ടി. ഇനി താഴെ ഇവിടെ ഒരു 2 ആണ്, അപ്പൊ നമുക്ക് ഈ 2 ഇവിടുത്തെ 2 കൂടെ ക്യാൻസൽ ചെയ്യാം. കാൽക്കുലേഷൻ സിമ്പിൾ ആയില്ലേ. ഇനി 22 into 3 ചെയ്താൽ മതി. 22 into 3 എത്രയാ, 66 ആണ്. സോ അതുകൊണ്ട് ആൻസർ നമുക്ക് കിട്ടി 66. അതായത് നമുക്കിവിടെ ഈ ഒരു ഗാർഡന്റെ സർക്കംഫറൻസ്, ഓക്കെ, അപ്പൊ സർക്കംഫറൻസ് 26, യൂണിറ്റ് എന്താണ്, മീറ്റർ ആണ് കേട്ടോ, യൂണിറ്റ് മീറ്റർ ആണ്. പക്ഷെ ഇവിടെ സർക്കംഫറൻസ് എന്ന് പറഞ്ഞാൽ സർക്കംഫറൻസ് ഒരു റൗണ്ട് ഫെൻസ് ചെയ്യാനാണ് സർക്കംഫറൻസ്. പക്ഷെ ഇവിടെ ഈ ആള് റോപ്പ് യൂസ് ചെയ്ത് 2 ടൈംസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, 2 റൗണ്ട്സ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ടോട്ടൽ കിട്ടണമെങ്കിൽ ഈ ഒരു സർക്കംഫറൻസിന്റെ കൂടെ 2 ഇൻറ്റു ചെയ്യണം. അപ്പൊ നമുക്ക് 2 റൗണ്ട് ഫെൻസിങ് ആകുമ്പോൾ 2 റൗണ്ട് ഫെൻസിങ് സർക്കംഫറൻസ് എത്രയായിരിക്കും, സർക്കംഫറൻസ് 2 into 66 ചെയ്യണം. 2 into 66 is 66 into 2 ചെയ്യുക. അപ്പൊ 12 1 30. സോ 132 മീറ്റേഴ്സ് വരും. എന്ത്, നമ്മുടെ ടോട്ടല് നമുക്ക് വേണ്ട റോപ്പിന്റെ ലെങ്ത്. ഓക്കെ, അപ്പൊ റോപ്പിന്റെ ലെങ്ത് 132 മീറ്റേഴ്സ് ആണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് അതന്നെ എഴുതി കൊടുക്കാം. ടോട്ടൽ റോപ്പ് ലെങ്ത് ഇസ് ഈക്വൽ ടു 132 മീറ്റേഴ്സ്. ദെൻ നെക്സ്റ്റ് എന്ത് ചെയ്യണം, കോസ്റ്റ് ചെയ്യണം. 1 മീറ്ററിന് 4 rupees ആണ് കോസ്റ്റ്. അപ്പൊ നമുക്ക് ടോട്ടൽ 132 മീറ്റേഴ്സ് റോപ്പ് വേണം. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം, കോസ്റ്റ് ഓഫ് റോപ്പ് ഇസ് ഈക്വൽ ടു 1 മീറ്ററിന് 4 rupees. അപ്പൊ 132 മീറ്ററിന് 132 into 4 ചെയ്യാം. ഓക്കെ, 132 into 4 എത്രയാണ്, 132 into 4 8, 12ന് 1 5. സോ ആൻസർ ഇസ് ₹528 വരും. ഓക്കെ, ഇത് എമൗണ്ട് ആയതുകൊണ്ട് റുപ്പീസ് തന്നെ എഴുതാം കേട്ടോ. സോ അപ്പൊ കോസ്റ്റ് വരുന്നത് റോപ്പിന് 528 ആണ്. ടോട്ടൽ യൂസ് ചെയ്യേണ്ട റോപ്പ് 132 മീറ്റേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ ഇതൊരു സ്റ്റേറ്റ്മെന്റ് പ്രോബ്ലം ആയിരുന്നു. അപ്പൊ ഇങ്ങനത്തെ പ്രോബ്ലംസ് വരുമ്പം ക്വസ്റ്റ്യൻ ആദ്യം നന്നായിട്ട് റീഡ് ചെയ്യുക, എന്നിട്ട് പ്രോബ്ലം ചെയ്യാം. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു സെക്ഷന്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ലാസ്റ്റ് ഒരുപാട് എക്സസൈസ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇന്ന് ഈ ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യനും കൂടെ ഡിസ്കസ് ചെയ്തിട്ട് നെക്സ്റ്റ് പാർട്ടിലാണ് നമ്മൾ ബാക്കി വരുന്ന ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യനും കൂടെ എന്താന്ന് നോക്കാം. സോ ക്വസ്റ്റ്യൻ ഈസ് from a circular sheet of radius 4 centimeter,
a circle of radius 3 cm is removed. Find the area of the remaining sheet. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത്? ഇവിടെ ഒരു സർക്കുലർ ഷീറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ സർക്കുലർ ഷീറ്റ് ഒന്ന് ഇവിടെ വരയ്ക്കാം. So this is our circular sheet. And the radius of the circular sheet is 4 cm. ഇതിൻ്റെ റേഡിയസ് 4 cm ആണ്. Okay, 4 cm. Then ഇതിൽ നിന്ന് a circle of radius 3 cm is removed. എന്നിട്ട് ഇതിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു 3 cm സർക്കിൾ. അപ്പോൾ 3 എന്ന് പറയുമ്പോൾ ഒരു ഏകദേശം ഇവിടെ വരെ വരുന്ന വിചാരിക്കാം അല്ലെ. നമുക്ക് ഒരു ചെറിയൊരു സർക്കിൾ. ഓക്കെ, ഒരു 3 cm വരുന്നത്. അപ്പോൾ ഇങ്ങനെ എടുക്കാം. അപ്പോൾ ഇവിടേക്ക് ആകുമ്പോൾ 3 cm വരും. ഒരു 3 cm വരുന്ന സർക്കിൾ ഇതിൻ്റെ അകത്തുനിന്ന് റിമൂവ് ചെയ്തെടുത്തു. ദെൻ ബാക്കി വരുന്ന സർക്കിളിന്റെ ഏരിയ ആണ് പറഞ്ഞത്. അപ്പം നമ്മൾ എന്താ ഇവിടെ ചെയ്യുക? ഇവിടെ നമുക്ക് വലിയൊരു സർക്കിൾ ഉണ്ട്. ആ സർക്കിളിന്റെ റേഡിയസ് 4 ആണ്. അപ്പൊ അതിന്റെ ഏരിയ ഫൈൻഡ് ചെയ്യുക. പിന്നെ 3 cm വരുന്ന സർക്കിളിന്റെ ഏരിയ ഫൈൻഡ് ചെയ്യുക. എന്നിട്ട് ആ 4 ന്ന് 3 അങ്ങോട്ട് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എത്ര വരുന്നുണ്ടെന്ന് നമുക്ക് കിട്ടും. ബാക്കി വരുന്ന സർക്കിളിന്റെ ഏരിയ എത്രയാന്നുള്ളത് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് ലാർജർ സർക്കിളും ഉണ്ട്, സ്മോളർ സർക്കിളും ഉണ്ട്. ഫസ്റ്റ് നമുക്ക് നമ്മുടെ ലാർജർ സർക്കിളിനെ കൺസിഡർ ചെയ്യാം. ലാർജർ സർക്കിളിന്റെ റേഡിയസ് 4 cm ആണ്. അപ്പൊ അതിന്റെ ഏരിയ എന്തായിരിക്കും? ഏരിയ എ ഈക്വൽ ടു പൈ ആർ സ്ക്വയർ ആണ്. പൈയുടെ വാല്യൂ 3.14 യൂസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് 3.14 ഇൻറ്റു 4 ഇൻറ്റു 4 വരും. ഓക്കെ, 4 ഇൻറ്റു 4 16 ആണ്. 16ഉം 3.14ഉം കൂടെ ഇൻറ്റു ചെയ്യാം. അപ്പൊ നമുക്ക് 314 ഇൻറ്റു 16 ചെയ്യാം. Then 2, then 4, 1 and 3. 4, 12, 10, 5. So നമുക്ക് 50, that means 5024 കിട്ടി. ഇവിടെ പോയിന്റ് ഉള്ളതുകൊണ്ട് നമുക്കത് 50.24 ആയിട്ട് മാറും. സോ ഇവിടെ വാല്യൂസ് ഒക്കെ സെന്റിമീറ്റർ ആയതുകൊണ്ട് സെന്റിമീറ്റർ സ്ക്വയർ ആണ്. സോ ദിസ് ഇസ് ദി ലാർജർ സർക്കിൾ ഏരിയ. ഇതാണ് നമ്മുടെ ലാർജർ സർക്കിളിന്റെ ഏരിയ. ദെൻ നെക്സ്റ്റ് കൺസിഡറിങ് സ്മോളർ സർക്കിൾ. അപ്പൊ അവിടുന്ന് കട്ട് ചെയ്യുന്നത് ഈ സർക്കിൾ ഓഫ് റേഡിയസ് 3 cm ഇസ് റിമൂവ്ഡ് എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് സ്മോളർ സർക്കിളിൻ്റെത് ചെയ്യാം. Smaller circle radius is 3 cm. Radius 3 cm ആണ്. Then ഏരിയയുടെ ഇക്വേഷൻ യൂസ് ചെയ്യുന്നു. ഏരിയ എ ഇസ് ഈക്വൽ ടു പൈ ആർ സ്ക്വയർ. Then പൈ ഇസ് 3.14 ഇൻറ്റു ആർ ഇസ് 3 ഇൻറ്റു 3. 3 ഇൻറ്റു 3 എന്ന് പറയുന്നത് 9 ആണ്. അപ്പോൾ നമുക്ക് 314 ഇൻറ്റു 9 ചെയ്യാം. 314 ഇൻറ്റു 9. സോ നമുക്ക് കിട്ടുന്ന ആൻസർ 2826 ആണ് കിട്ടുന്നത്. 2826. ബട്ട് ഇവിടെ നമുക്ക് ഡെസിമൽ പോയിന്റ്സ് ഉള്ളത് കൊണ്ട് അത് 28.26 ആയിട്ട് മാറും. 28.26 സെന്റിമീറ്റർ സ്ക്വയർ. സോ ഇതാണ് സ്മോളർ സർക്കിളിന്റെ ഏരിയ. ഇനി നമുക്ക് വേണ്ടത് നമ്മൾ ലാർജർ സർക്കിളിന് സ്മോളർ സർക്കിളിൽ നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന റിമൈനിങ് സർക്കിളിന്റെ ഏരിയ ആണ്. സോ നമ്മൾ എന്ത് ചെയ്യുക? രണ്ട് ഏരിയാസും കൂടെ മൈനസ് ചെയ്യുന്നു. ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് ഫൈൻഡ് ദി ഏരിയ ഓഫ് ദി റിമൈനിങ് ഷീറ്റ് ആണ് കേട്ടോ. നമ്മുടെ സർക്കിളിന്റെ ഷേപ്പ് അല്ല, നമ്മുടെ ഷീറ്റിന്റെ ഷേപ്പ് സർക്കിൾ ആയതുകൊണ്ടാണ് ഞാനിവിടെ ലാർജർ സർക്കിൾ, സ്മോളർ സർക്കിൾ എന്നൊക്കെ എടുത്തിട്ടുള്ളത്. അപ്പൊ ഇനി നമ്മൾ എഴുതുന്ന സമയത്ത് ഏരിയ ഓഫ് റിമൈനിങ് ഷീറ്റ് എന്ന് എഴുതിയാൽ മതി. ഏരിയ ഓഫ് റിമൈനിങ് sheet, that is equal to larger circle nadu 50.24 minus smaller 26.26. ഇനി ഇത് രണ്ടും കൂടെ മൈനസ് ചെയ്യുന്നു. സോ 50.24 ആൻഡ് 28.26. സോ ഇത് മൈനസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ 14 വരും. ദെൻ 8, ദെൻ ഇവിടെ 1 ആയിരിക്കും. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പ്ലേസ് ചെയ്യുന്ന സമയത്ത് അത് 11 ആയി. അപ്പോൾ ഇവിടെ 9, ദെൻ ഇവിടെ 9, 9 8 മൈനസ് ചെയ്താൽ 1, ദെൻ നെക്സ്റ്റ്
5, then 3. അപ്പോൾ നമുക്കിപ്പോൾ ആൻസർ കിട്ടിയത് 8ഉം 6ഉം 21.96 ആണ് ആൻസർ കിട്ടിയത്. അപ്പോൾ 21.96 ഷീറ്റ് ഏരിയ തന്നെ ആയതുകൊണ്ട് സെന്റിമീറ്റർ സ്ക്വയർ കൊടുക്കുക കേട്ടോ. സോ ദി റിമൈനിങ് ഷീറ്റ് ഏരിയ ഇസ് 21.98 സെന്റിമീറ്റർ സ്ക്വയർ. സോ ദിസ് ഇസ് ദി ആൻസർ. ഓക്കെ, അപ്പം ഇതൊക്കെ കുറച്ച് വലിയ ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ആണ്, നമ്മൾ റീഡ് ചെയ്ത് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എക്സസൈസ് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുള്ളത്. നമ്മൾ രണ്ടും വരും, അതായത് സർക്കംഫറൻസും ഏരിയയുടെയും ക്വസ്റ്റ്യൻസും മിക്സ് ആയിട്ടാണ് നമുക്ക് ഈ സെഷനിൽ വരുന്നത്. ഓക്കെ, നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്തു, ഇനിയും നമുക്ക് എക്സസൈസ് ക്വസ്റ്റ്യൻസ് ബാക്കിയുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.